രക്തസാക്ഷിത്വത്തെ ആഗ്രഹിച്ച മിഷണറി. യേശുവിന് വേണ്ടി ഒരു രക്തസാക്ഷിയായി മരിക്കുക എന്നതായിരുന്നു ചെറുപ്പം മുതലേ അവളുടെ ആഗ്രഹം. രക്തസാക്ഷിത്വം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്ന നാഥനും രക്ഷകനുമായ യേശുവിന് വേണ്ടി ജീവിതം സമ്പൂർണ്ണമായി സമർപ്പിക്കുക എന്നതാണ്. വിശുദ്ധ സ്റ്റെഫാനോസും ശ്ലീഹന്മാരായ വിശുദ്ധ പത്രോസും പൗലോസും അന്ത്രയോസും എല്ലാം യേശുവിന് വേണ്ടി രക്തം ചിന്തിയവരാണ്. അവരെ പോലെ വിദേശ മിഷനിൽ പോയി രക്തം ചിന്താൻ ആഗ്രഹിച്ചെങ്കിലും തൻ്റെ ദൈവവിളി ധ്യാനാത്മക സന്യാസ സഭയായ കർമ്മലീത്ത സഭയിലേക്കാണെന്ന് മനസ്സിലാക്കിയ കൊച്ചറേസ്യ തൻ്റെ സ്വപ്നം സഫലീകരിക്കുവാൻ തിരഞ്ഞെടുത്ത മാർഗം സ്നേഹത്തിൻ്റെയും ദഹനത്തിൻ്റെയും സഹനത്തിൻ്റെയും മാർഗമാണ്. അതുകൊണ്ടാണ് ജീവിതത്തിലെ ഓരോ സഹനങ്ങളും മാധുര്യമുള്ളതായി അവൾക്ക് അനുഭവപ്പെട്ടത്. തൻ്റെ ആത്മകഥയിൽ കൊച്ചറേസ്യ എഴുതുന്നു, ആ സ്നേഹത്തിൻ്റെ മാർഗം എത്രയോ മാധുര്യമുള്ളത്. നല്ല ദൈവത്തിൻ്റെ തിരുമനസ്സിന് ഏറ്റവും സമ്പൂർണമായി ആത്മസമർപ്പണം ചെയ്ത് അത് നിരന്തരം നിറവേറ്റുവാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു. സ്നേഹം സ്നേഹത്താൽ മാത്രമേ വീടുകയുള്ളൂ എന്ന വിശുദ്ധ യോഹന്നാൻ ക്രൂസിൻ്റെ വാക്കുകളെ ഉൾക്കൊണ്ട് കൊച്ചറേസ്യയ്ക്ക് രക്തം ചിന്തി രക്തസാക്ഷിയാകണമെന്നായിരുന്നു ആഗ്രഹമെങ്കിലും ദൈവത്തിൻ്റെ അവളെക്കുറിച്ചുള്ള പദ്ധതി മറ്റൊന്നായിരുന്നു. അവളുടെ അനുദിന വേദനകളും സഹനങ്ങളും ക്രൂശിതനായ ഈശോയോടൊപ്പം കാഴ്ചവെച്ചു. ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ രോഗം മൂലമുണ്ടായ വേദന കഠിനമായപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, ഈശോ, കാസ കവിഞ്ഞൊഴുകുന്നു. ഇത്രയും സഹിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ആത്മാക്കളെ രക്ഷിക്കുവാനുള്ള പ്രചോദനമാണ് ഇതിനെന്നെ പാത്രമാക്കിയത്. എൻ്റെ കുരിശുകൾ കുറഞ്ഞു പോകുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. വേദസാക്ഷിത്വം ചെറുപ്പം മുതലേ ഇതാണെൻ്റെ ആദർശം. കർമ്മലമഠത്തിലെ ആവൃത്തിക്കുള്ളിലും ഈ ആദർശത്തിലും ഞാൻ വളർന്നു. എന്നാൽ ആ പ്രതീക്ഷ തന്നെ എനിക്ക് പോഷത്വമായി തോന്നുന്നു. എന്തുകൊണ്ടെന്നാൽ ഒരുതരം വേദസാക്ഷ്യം കൊണ്ട് മാത്രം ഞാൻ ആശകൾക്ക് പരിധി നിർണ്ണയിക്കുക സാധ്യമല്ല. ഈശോയെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി തൻ്റെ ജീവിതത്തെ ഒരു നിരന്തര ബലിയായി സ്നേഹത്തിൻ്റെ രക്തസാക്ഷിത്വമായി തീർത്ത തെരേസ ഒരു കാര്യം മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ: ഈശോയ്ക്ക് വേണ്ടി സഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, പോഷത്വം വരെയും അവിടുത്തെ സ്നേഹിക്കുക. പ്രാർത്ഥനയിലൂടെയും ത്യാഗത്തിൽ അധിഷ്ഠിതമായ സ്നേഹപ്രവൃത്തിയിലൂടെയും യേശു നേടിത്തന്ന രക്ഷയുടെ അനുഗ്രഹം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു കൊച്ചറേസ്യയുടെ കർമ്മലമഠത്തിലെ ജീവിതാഭിലാഷം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.